ഹായ് ഡിയേഴ്സ്, ഐ ആം രഞ്ജിത അനിൽ ഫ്രം വൈരം ഡിസൈൻസ് ബൈ വിയാസ്ട്രാസ്. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ബമ്പർ ഓഫേഴ്സ് ആണ് കേട്ടോ. നല്ല 3-piece സെറ്റുകളൊക്കെ നല്ല കിട്ടില്ല റേറ്റിൽ ഇന്ന് 3-piece സെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഇന്നത്തെ കളക്ഷൻസിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ, ഇന്ന് കുറച്ചധികം പേര് നമ്മുടെ കടയിൽ വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറ്റി ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് 2-3 പേര് വന്നല്ലേടാ, പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേര് വന്ന് ചോദിച്ചു ഞങ്ങളോട്. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരാൾ നന്നാവുന്നത് കാണുമ്പോൾ ഈ ക്രിമികടി ഇളകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ളതാണ്. അതിപ്പോ ബിസിനസ്സുകാർ, ഇപ്പൊ വലിയ വലിയ ബിസിനസ്സുകാരുടെ പുറകെ ഒന്നും ആരും ചുളിഞ്ഞു നോക്കില്ല. നമ്മൾ കോലം കെട്ട് നമ്മളിങ്ങനെ തെരുവിൽ കൂടി അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടന്ന് നമുക്ക് പട്ടിണിയാണെങ്കിൽ ഇവറ്റുകൾ ആരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. ആരെങ്കിലും നമ്മളെ നോക്കോ, അയ്യോ അവൾ പട്ടിണി കിടക്കുവാണല്ലോ, ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താലോ എന്നൊന്നും ആരും നോക്കില്ല. അതേസമയം നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ട് നല്ലൊരു ലക്ഷറി വണ്ടിയിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒപ്പിച്ച് സെറ്റ് ചെയ്തു. ഇതാണ് ഇവറ്റുകളുടെ പരിപാടി. ഇത് പിന്നെ എക്സ്പെഷ്യലി ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ TD റോഡിലാണ്. TD റോഡ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് വരുവാണെങ്കിൽ, ജനറൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മുടെ മെയിൻ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് ആണ് നമ്മുടെ TD റോഡ്. ഇനി മാർക്കറ്റിൽ നിന്നാണ് വരുന്നെങ്കിൽ ബാനർജി റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറുന്നതാണ് നമ്മുടെ TD റോഡ്. ഇനി കല്യാൺ സിൽക്കിന്റെ അവിടെ നിന്ന് വരുന്നതാണെങ്കിൽ കല്യാൺ സിൽക്ക് കഴിഞ്ഞത് മഹാരാജാസ് മെട്രോയുടെ അവിടെ ഇറങ്ങിയിട്ട് കല്യാൺ സിൽക്സിന്റെ അവിടെ നിന്ന് റൈറ്റ് വരുന്ന ഫസ്റ്റ് ആണ് നമ്മുടെ TD റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷോപ്പിന്റെ പരിസരത്ത്, ഞങ്ങളുടെ ഷോപ്പിന്റെ പരിസരത്ത് ചില ക്രിമികടിയന്മാരുണ്ട്. അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഷോപ്പിലേക്ക് ഇങ്ങനെ എത്തി നോട്ടം, പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെ വിടുക. ഇവിടെ എന്താ കുട്ടികൾ വെറുതെ ആണോ നിൽക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾ വെറുതെ അല്ലേ നിൽക്കുന്നത്, നിങ്ങൾ മടക്കി വെച്ചോളൂ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് ക്രിമികടിയുള്ള ആൾക്കാർ ഇങ്ങനെ കയറി വരാറുണ്ട്. അതിനൊക്കെയുള്ള റിപ്ലൈ ആണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങോട്ട് കൊടുത്തത് കേട്ടോ. നാണമില്ലേ ഇവറ്റുകൾക്ക് നാണമില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് പറയും, ഈ അന്യന്റെ അടുക്കളയിൽ അവരുടെ അടുപ്പ് പുകയിലുണ്ടോ എന്ന് അടുത്തിരിക്കുന്നവനെ എത്തി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളുടെ കുട്ടികൾ ഇത് നമ്മുടെ വൈകുന്നേരം കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ കുട്ടികളുടെ പുറകെ നടന്നിട്ട് സ്റ്റിച്ചിങ് ഉണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെയിൽ ഉണ്ടോ, ഇപ്പം നിങ്ങൾക്ക് സെയിൽ തയ്യൽ മാത്രം കിട്ടിയാൽ പോരല്ലോ, കച്ചവടം ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? ഈ ചോദിക്കുന്നവന്റെ ഹൃദയത്തിലാണ് വേദന ഇരിക്കുന്നത്. ഇത്രയും കാശ് മുടക്കി ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ വേദനയൊന്നുമില്ല. കച്ചവടം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വാടക കൊടുക്കും? അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കും? അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ലോൺ അടയ്ക്കും? ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്കില്ല. കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഹൃദയവേദനയാണ്. ഈ ഹൃദയവേദനയുള്ള ആൾക്കാര് സ്റ്റാഫുകളോടല്ല ചോദിക്കേണ്ടത്, അന്യ ആൾക്കാരെ പറഞ്ഞു വിട്ടല്ല ചോദിക്കേണ്ടത്. നേരെ കടയിൽ വന്ന് നേരെ ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിന്റെ ഓണേഴ്സ്. ഞങ്ങളോട് വന്ന് ചോദിക്കണം, നിങ്ങൾ എന്താണ് ചെയ്യണത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഈ ക്രിമികടി ഇനി മേലാൽ ഞങ്ങളുടെ ഒരൊറ്റ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്ക് അറിയാനായിട്ട് പറ്റും ഞങ്ങളെ ആരെയാണ് ഞാൻ ഈ ചൂണ്ടി പറയുന്നത്. ഇതിന്റെ ആവശ്യങ്ങളൊന്നും ആർക്കും ആരുടെ നെഞ്ചിലും കല്ല് വെച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോയിൽ കൂടി മാത്രമേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. നാണം കേട്ട പരിപാടിക്ക് നിൽക്കാതെ പോയി വേറെ വല്ല പണിയും നോക്കും. ആശകളായി വേറെ വല്ല പണിയും നോക്കുക. എന്തിനാ ഇങ്ങനെ അന്യന്റെ പുറകെ നടന്ന് ഈ വെറും ചീപ്പാകാനായിട്ട് നിൽക്കുന്നത്? വെറും ചീപ്പ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലിൽ കിടക്കുന്ന സാൻഡലിന്റെ വില പോലും ഞങ്ങൾ കൽപ്പിക്കില്ല. എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ പാട് നോക്കി പോക്കോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പാട് നോക്കി പോകാം. നിങ്ങൾക്ക് ഫാമിലീസ് ഉണ്ട്, നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ അനാവശ്യമായിട്ട് ആരുടെയെങ്കിലും ബിസിനസ്സിൽ കയറി ചെല്ലുവാണെങ്കിൽ ശരി, ഓക്കെ, പറയുന്നതിനൊരു അർത്ഥമുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച്, ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ അറിയാം. ഈ പരിസരത്തുള്ള ഞങ്ങളുടെ TD റോഡിലുള്ള ഒരൊറ്റ ഷോപ്പുകളിൽ ഞങ്ങൾ തിരക്കാനായിട്ട് പോവാറില്ല. ഞാനോ എൻ്റെ കുട്ടികളോ, 25 പേരുണ്ട് ഞങ്ങൾ ഇതിനകത്ത്. ഞാനോ ഞങ്ങളുടെ വിധിപേട്ടനോ ഞങ്ങൾ കുട്ടികളോ, ഞങ്ങൾ ആരും ഈ ഒരൊറ്റ പരിസരത്തുള്ള ഷോപ്പിലും ചെന്ന് എത്തി നോക്കാറില്ല, അവരോട് ചോദിക്കാറില്ല, അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. ഈ നാണം കെട്ട കുറെ ക്രിമികടികൾ പപ്പയ്ക്ക് വാങ്ങിച്ചു തരാൻ പറ ഭാര്യമാരോട്. ക്രിമി കടിക്കുന്നെങ്കിൽ ഭാര്യയോട് ചെന്ന് പറ, പപ്പയ്ക്ക് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് പപ്പയ്ക്ക് തിളപ്പിച്ച് തരാൻ പറ. ഈ ക്രിമികടി അങ്ങോട്ട് മാറി കിട്ടും. എനിവേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫ്താനാണ് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ വീഡിയോയിൽ. സഹികെട്ട് ഗതികെട്ട്, അതായത് പരമാവധി ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞു. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ആശ്വാസം കിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ് കേട്ടോ.
അപ്പം നല്ല ഭംഗിയായിട്ടുള്ള കഫ്താനാണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വെൽവെറ്റിന്റെ കിടിലമായിട്ടുള്ള കഫ്താനാണ്. അതിൽ നല്ല അടിപൊളിയായിട്ടൊരു എംബ്രോയിഡറി ആണ് നെക്ക് പോർഷനിലേക്ക്. അതൊന്നും നമ്മൾ എന്താണ് സ്കാലപ്പ് എംബ്രോയിഡറി ആണ് വി നെക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ധാമനിലേക്ക് ബാക്ക് സൈഡും അങ്ങനെയാണ് കേട്ടോ. ബാക്ക് സൈഡിലെ ധാമനിലും അത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടി വെയർ. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ല ഈ വെൽവെറ്റിൽ കഫ്താനിട്ട്, ഞാൻ കണ്ടിട്ടില്ല. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ക്ലാസി ആയിട്ട് നമുക്ക് ഇറങ്ങിയൊക്കെ പോകാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ. 1250 രൂപ, 1250 ആണ് കഫ്താന്റെ റേറ്റ് എന്ന് പറയുന്നത്. XL ആൻഡ് 3XL സൈസ്, ലാർജ് XL ഡബിൾ XL ആണ്. 3XL സൈസസിലേക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു റാമ ഗ്രീൻ ടോൺ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബോഡി ഫിറ്റ് ആണ്, അതായത് നമ്മൾ ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്, ബോഡി ഫിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ്. അപ്പം L സൈസുകാർക്ക് അവരുടെ ഫിറ്റിലായിരിക്കും വരുന്നത്, XLകാർക്കും അവരുടെ ഫിറ്റിലായിരിക്കും വരുന്നത്. അങ്ങനെ തന്നെ 3XL വരെ ഉണ്ട്. അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിന്റെയും അതുപോലെ തന്നെ ഓഫർ 3 പീസിന്റെ ഒക്കെ കളക്ഷൻസ് കാണാം. ഞങ്ങൾ വെൽവെറ്റ് നമ്മുടെ പെർ മീറ്റർ 200 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്കിൽ ഞങ്ങൾ ഒരാൾക്ക് കസ്റ്റമൈസ് ചെയ്തതാണ് ആ വെൽവെറ്റിൻ്റെ ഗൗണ്. സ്ലീവ്സ് ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഫിനിഷ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അത് ഇങ്ങനത്തെ ഇനി ഇവിടെ സ്റ്റോണൊക്കെ വെക്കാനായിട്ടുണ്ട്. സിമ്പിളാണ്. സ്ലീവ്സിൻ്റെ എമ്പിലും നെക്ക് പോർഷനിലും മാത്രമാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ വെൽവെറ്റിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ഒരുപാട് പേര് ചോദിച്ചു, വെൽവെറ്റിൻ്റെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ്. അപ്പോൾ നമുക്ക് വെൽവെറ്റിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ കാണിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വെൽവെറ്റൊക്കെ ഒരു മീറ്ററിൽ 300-350 രൂപയൊക്കെയാണ് മാം. അപ്പോൾ മാമിന് അത് കുറച്ചുകൂടി റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് 9000 വെൽവെറ്റ്, ഏറ്റവും കൂടിയ വെൽവെറ്റ് വെറും 200 റുപ്പീസിന്. കണ്ടിട്ട് വരാം. അപ്പോൾ വെൽവെറ്റിൻ്റെ കളക്ഷൻസ് ആണ്. ഒരു മീറ്റർ 200 രൂപയാണ്. അപ്പം നമുക്ക് ഷിപ്മെൻറ്റ് ഫ്രീ ആയിരിക്കും. പക്ഷേ 2.5 മീറ്റർ എടുക്കുന്നവർക്കായിരിക്കും ഞാൻ ഷിപ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 1 മീറ്ററിന് തരില്ല. 1 മീറ്റർ എടുത്താലും നിങ്ങൾ അതിന് 60 റുപ്പീസ് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് 1 കിലോയ്ക്ക് 60 രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ. നോക്കിയോ, ഭംഗിയായിട്ടുള്ള ഒരു പർപ്പിൾ വൈൻ കളറാണ് ഫസ്റ്റ് വണ്ണേ. കണ്ടോ, 9000 വെൽവെറ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൂടിയ പ്രീമിയം വെൽവെറ്റ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഇതൊരു 300 റേഞ്ചൊക്കെ ആണ് വെൽവെറ്റിൻ്റെ റേറ്റ്. ഞങ്ങളുടെ കയ്യിൽ വരുന്നത് 200 രൂപ ഫ്രീ ഷിപ്മെന്റ്. അതുപോലെ തന്നെ 60 ഇഞ്ച് വിട്ടല്ല വരുന്നത്, 44 ഇഞ്ച് വിട്ടാണ് വെൽവെറ്റിന് വരുന്നത്. അടുത്തത് ലാവൻഡർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ടോണ്. ആൻഡ് നെക്സ്റ്റ് കോഫി ബ്രൗൺ. നോക്കി, ആഹാ എന്നാ രസമെന്ന് നോക്കി. കോഫി ബ്രൗൺ രക്ഷയില്ല കേട്ടോ. മോളെ ആതിര മാറ്റിക്കേടാ, ഇതങ്ങ് കോഫി ബ്രൗൺ കളറ്. അടുത്തത് നേവി ബ്ലൂ, അതെല്ലാം കൂടി മറിഞ്ഞ് വീഴുവരി. ദാ നേവി ബ്ലൂ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ. ഓ രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള. എന്നാ സോഫ്റ്റ് അല്ലേ ഇട വെൽവെറ്റ്, നല്ല സോഫ്റ്റ്. ഇതാ നല്ല പീച്ച് കളറ്, കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളറ്. ആൻഡ് ടീൽ ബ്ലൂ കളറ് നോക്കി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്കോക്ക് ബ്ലൂ. ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ സെറ്റായിരിക്കും കേട്ടോ. നല്ല അതിമനോഹരമായാണ്. അടുത്തത് വരുന്നത് ബ്രിക്ക് ആണോ, ഇതൊരു വെറൈറ്റി കളറല്ലേ, നല്ലൊരു കളർ. എന്താ കളർ എന്ന് പറയുന്നത്, ഭംഗിയുള്ളൊരു കളർ. നോക്കി, ആക്ച്വലി ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. കളർ നിങ്ങൾ കണ്ടോ, എക്സാക്ട് കളറാണ് വീഡിയോയിൽ കാണുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈസ് ബ്ലാക്ക്. നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ്. പെർ മീറ്റർ 200 റുപ്പീസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. 2.5 മീറ്ററിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഷിപ്മെന്റ് ഫ്രീ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കളക്ഷൻസ്, പിന്നെ നമ്മുടെ 3 പീസ് സെറ്റ്സ് ഒന്നും മറക്കണ്ട. അതാ കോട്ടൺ കളക്ഷൻസ് അങ്ങനെ നിരത്തി ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ 10 മീറ്റർ ഇതൊക്കെ എത്രയാടാ, ഇതൊരു 10 മീറ്റർ ഉണ്ടാവും. എല്ലാം ഒരു 10 മീറ്റർ, ഒരു 15 മീറ്റർ, മാക്സിമം ഒരു 20 മീറ്ററിന്റെ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ ഇവിടെ നിന്ന് കാണിച്ചു തുടങ്ങിയോ. ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണേ. നല്ലൊരു ബ്ലൂ കളറ്. ജസ്റ്റ് അടുത്ത പ്രിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തോട്ടെ മോനെ, അപ്പോൾ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പം. നല്ലതാണ് കേട്ടോ, ഇത് നല്ല കോട്ടൺ ആണ്. 50 രൂപയല്ലേ ഉള്ളൂ. നല്ല കോട്ടൺ, നല്ല ഗ്രീൻ കളറ്. ആൻഡ് ദ അജ്രക് പ്രിന്റ്, കലങ്കാരി പോലെ വരുന്ന അജ്രക് പ്രിന്റ്. നെക്സ്റ്റ് വൺ, ഇത് നല്ല മെറ്റീരിയൽ കേട്ടോ. ഇത് നമ്മുടെ ആരെടുത്തതാടാ, മറ്റേ ഇവര് ലക്ഷദ്വീപ് വരെ. അതിന്റെ ബാലൻസ് ആണ് കേട്ടോ. നോക്കി, ഭംഗിയായിട്ടുള്ള ഒരു, ഇതൊരു സീ ഗ്രീൻ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് പിങ്ക്. ആൻഡ് ദിസ് വൺ ഈസ് ബ്ലൂ, അതായത് ഇലക്ട്രിക് ബ്ലൂ. നല്ലൊരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ. നല്ല 3 പ്രിന്റുകളാണ്. ഇത് വരുന്നത് നല്ല വൈറ്റും ബ്ലൂവുമായിട്ടുള്ള അഡാറ് കോമ്പിനേഷൻ കണ്ടോ. നല്ലൊരു പോൾക്കാ ഡോട്ട്സ് പോലത്തെ ഒരു ഡിസൈൻ. ആൻഡ് ദിസ് ഈസ് സിഗ്സാഗ് ഡിസൈൻ കണ്ടോ, നല്ലൊരു സിഗ്സാഗ് ഡിസൈൻ, ബ്ലൂവും വൈറ്റും. ആൻഡ് ദിസ് വൺ ഈസ് യെല്ലോ.
നല്ല ഭംഗിയായിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ദിസ് ഈസ് ബ്ലാക്ക്, നല്ല അതിമനോഹരമായിട്ടുള്ള ബ്ലാക്ക്. ആൻഡ് ഇത് ഒരു 20 മീറ്റർ ഉണ്ട്. ഈ ഒരു കൈൻഡ് ഓഫ് ലൈൻസ് ആണ്, വെർട്ടിക്കൽ ലൈൻസ് വിത്ത് ആ ഒരു ഡിസൈനിലാണ് പോയിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ദിസ് വൺ ഈസ് യെല്ലോ, അതിൻ്റെ തന്നെ യെല്ലോ കോമ്പിനേഷൻ കണ്ടോ. നല്ല നല്ല ബ്യൂട്ടിഫുൾ ഐറ്റംസ് ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി പിങ്ക്, ഓക്കെ, പിങ്ക് സിക്സ്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ബോട്ടമാണ്. ഞങ്ങൾ ഓൾറെഡി കുർത്തീസ് ചെയ്തായിരുന്നു. അപ്പോൾ കുർത്തീസ് ചെയ്തിട്ട് ബോട്ടത്തിന് നമുക്ക് ഇത്രയും മെറ്റീരിയൽ വേണ്ടല്ലോ, അപ്പോൾ ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ. കോട്ട് സെറ്റിൻ്റെ ആക്ച്വലി നമ്മൾ കോട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോട്ട് സെറ്റിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് കുറച്ച് അധികം ബോട്ടം വരും, കാരണം കോട്ട് സെറ്റിൻ്റെ ടോപ്പിൻ്റെ അത്രയും മെറ്റീരിയൽ നമുക്ക് ബോട്ടത്തിന് വേണ്ടി വരില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ബാലൻസ് പീസ് ഞങ്ങൾ ഇതുപോലെ നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്കും അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് നമ്മളൊരു 50 രൂപീസിന് വെച്ചിട്ടുണ്ട്, മിച്ചം വരുന്ന 10 മീറ്റേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ അത് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ 50 രൂപയുടെ ഓഫർ ഇന്നത്തോടുകൂടി കഴിഞ്ഞു. കഴിഞ്ഞ 3 days ആയിട്ട് ബാലൻസ് ഇരുന്ന കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കോട്ടിൻ്റെ 3 പീസ് സെറ്റ്സും കുറച്ച് പാർട്ടി വെയർ കുറച്ച് അതും കൂടി കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഓഫർ തരാൻ വേണ്ടി ഒരുപാട് കളക്ഷൻസ് ഇല്ല, കാരണം ഇതിൻ്റെയൊക്കെ 4 സെറ്റായിരുന്നു. പിന്നെ ഒരു സെറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഷോപ്പിലെ കളക്ഷൻ ആണേ, ഷോപ്പിൽ പോയതാണ്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് എപ്പോഴും ഓഫർ എന്തെങ്കിലും തരണമല്ലോ നിങ്ങൾക്ക്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാവൻഡർ ആണ് കേട്ടോ, നല്ലൊരു പാർട്ടി വെയർ ആണ് ഇത്. ഞാൻ ഇന്നത്തെ ഒറ്റ ദിവസം നിങ്ങൾക്ക് തരുന്നത് വെറും 1000 രൂപീസ്, 1000 രൂപയ്ക്ക് 1000 രൂപ. അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് തരുന്നത്. ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മൽച്ചന്തേരിയാണ് ബോട്ടം വരുന്നത്. ആൻഡ് അതിൻ്റെ തന്നെ ദുപ്പട്ട, ഭംഗിയായിട്ടുള്ള ദുപ്പട്ട, ക്ലാസി ആയിട്ടുള്ള. അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്കാർ എന്തായാലും വെരി 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 ലക്കിയാണ്. വെറും 4 പീസേ ഉള്ളൂ. നല്ല ക്യൂട്ട് ഒരു ലാവൻഡർ ടോണാണ് കേട്ടോ. 4 പീസ്, അതായത് 2 L-ഉം 1 XL-ഉം 1 2XL-ഉമാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത്. ഒരു 2XL ആൻഡ് 2 L ആൻഡ് 1 XL ആണ് നമുക്കിതിനകത്ത് അവൈലബിലിറ്റി ഉള്ളത്. അടുത്തത് ഈ ഒരു നല്ല കോട്ടൺ മെറ്റീരിയലാണ്. എനിക്കതല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. ഇതും നമുക്ക് ഇന്നത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 899 രൂപ, 900 രൂപയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഓഫർ. ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈൻ കളറാണ് കേട്ടോ, പർപ്പിൾ വൈൻ കളറാണ്. ആൻഡ് ദുപ്പട്ട ഒറ്റ പീസാണ്, 2 ഉണ്ടോ? രണ്ട് പീസ് ഉണ്ടോ? ഒരു പീസ്, ഒറ്റ പീസേ ഉള്ളൂ. ഒരു L, ഒരു XL ആൻഡ് ഒരു XXL ആണ് വരുന്നത്. നോക്കിക്കേ, വെറും 899 രൂപയ്ക്കാണ് ഇതിൻ്റെ അവൈലബിലിറ്റി വരുന്നത് കേട്ടോ. ഒറ്റ പീസേ ഉള്ളൂ. അടുത്തത് ഭംഗിയായിട്ടുള്ളൊരു മെറൂണ്, വെരി കോഷ്യസ് ആയിട്ട് വരുന്നൊരു നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്കാർ ഈസ് വെരി വെരി ലക്കി. നോക്കി, നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ ദുപ്പട്ട, ഭംഗിയായിട്ടുള്ള ദുപ്പട്ട കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇത് 3XL ആണല്ലേ. നെക്സ്റ്റ് ഒരു മസ്റ്റാർഡ് യെല്ലോ, നോക്കി, ഭംഗിയായിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ. ഈ മസ്റ്റാർഡ് യെല്ലോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു 2XL, 3XL ആൻഡ് 4XL വരെ അവൈലബിൾ ഉണ്ട് കേട്ടോ. 4XL-ൻ്റെ ഒരു പീസും കൂടി എങ്ങാണ്ട് ഇതിന് അവൈലബിൾ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ. ആൻഡ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ആൻഡ് ഓൾസോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല കളക്ഷൻസ് ആണ്. അപ്പം ഓഫർ എന്ന് നമുക്ക് എവറി സാറ്റർഡേ നമുക്കൊരു ഓഫർ തരണമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ തന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഓരോരോ പീസ് ഉള്ളത് ഞാനങ്ങ് ഓഫറിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അടുത്തത് വരുന്നത് ഇതെല്ലാം ഓരോ പീസല്ലേ ഉള്ളടാ, ഒരു പീസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2770 ആണ്, 2070 രൂപ. അത് നിങ്ങൾ നോക്കിയോ, 2070 രൂപയാണ്. ടിഷ്യൂ ആണ് മെറ്റീരിയൽ, അതായത് പ്യോർ ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. അത് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഓഫറിൽ തരുന്ന XL ആണ്, only 1 പീസ്. ആൻഡ് കളർ ഈസ് ഡാർക്ക് ആഷ് കളറാണ് കേട്ടോ. ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്, XL ആണ് സൈസ് വരുന്നത്. പ്രൈസ് ഈസ് 1500. ഇന്നൊറ്റ ദിവസം ആർക്കാണോ ആവശ്യം അവർ പർച്ചേസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ദുപ്പട്ട, only 1 പീസ്, only XL സൈസ്. ആൻഡ് അതർ വൺ ഇതും അത് തന്നെ നല്ലൊരു പാകിസ്ഥാനി സ്യൂട്ടാണ്, മസ്ലിനിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന പീച്ച് കളറിൽ നല്ലൊരു പാകിസ്ഥാനി സ്യൂട്ട്. ദി സൈസ് ഈസ് XL. നല്ല ക്രോഷ്വാലേസ് എംബ്രോയിഡറി ആൻഡ് ധാമനിലേക്കും അത് തന്നെ പോയിരിക്കുന്നു. ആൻഡ് ഓൾസോ സ്ലീവ്സ് ഇങ്ങനെ വന്നിരിക്കുന്നു. ഒരു ഓർഗൻസ ദുപ്പട്ടയാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് വെച്ച ഒരു ഓർഗൻസ സ്കാലപ്പ് ബോർഡേഴ്സോട് കൂടി വരുന്ന ഒരു ഓർഗൻസ ദുപ്പട്ട. ആൻഡ് ദിസ് ഈസ് ദ ബോട്ടം, peach color, 1 piece 1500, only 1 piece, only XL available.
ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രീൻ. അത് നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്യോർ കോട്ടൺ, പ്യോർ നമ്മുടെ മൽ കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്, എലഗന്റ് ക്ലാസി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. ഒരു പാകിസ്ഥാനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ അല്ല, റെഡി ടു സ്റ്റിച്ച് ഐറ്റം ആണ് ഗ്രീന്. ആൻഡ് ദിസ് ഈസ് ദ ദുപ്പട്ട. നല്ല ഭംഗിയായിട്ടുള്ള സൂപ്പർ ഹിറ്റ് പ്രോഡക്റ്റ് ആണ്. എക്സൽ സൈസ്, പ്രൈസ് ഈസ് 1500. ആൻഡ് ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച അതേ മെറ്റീരിയൽ തന്നെ, അതിൻ്റെ ഒരു പിങ്ക് ആണ് സൈസ് വരുന്നത്, സോറി കളർ വരുന്നത്. ആൻഡ് സൈസ് ഈസ് എൽ സൈസ്, ലാർജ് സൈസ്. ആൻഡ് ഓർഗൻസ ദുപ്പട്ട വിത്ത് ബോട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ്. എൽ സൈസ് ആണ്, ഓൺലി 1 പീസ് മാത്രമാണ്. അതുകൊണ്ടാണ് 1500 നമ്മൾ ഈ പ്രോഡക്റ്റ് തരുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഞങ്ങൾ റീപ്ലേസ്മെന്റ്, അത് നിങ്ങൾക്ക് കൊറിയർ ചാർജ് തന്നുകൊണ്ട് തന്നെ ഞങ്ങൾ റീപ്ലേസ്മെന്റ് ചെയ്ത് തരുന്നതാണ്. റീഫണ്ട് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചിലുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ വിന്നറെ നോക്കണ്ടേ, ആയോ? അപ്പം നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം അതിന് മുമ്പ് കഫ്താൻ നൈറ്റീസ് ആയിട്ടുണ്ട്. നൈറ്റിയാണ് ഇത്, നൈറ്റി മെറ്റീരിയലായിട്ട് ഞങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കഫ്താൻ നൈറ്റീസ് ഓൾറെഡി പ്രൊഡക്ഷനിലാണ്. ബാക്കി കളേഴ്സും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയുമല്ലോ നമുക്കിത് കൊണ്ടുപോകാമെന്ന് പറയുമല്ലോ, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് കേട്ടോ. നല്ലൊരു ഇതാ ബാക്ക് സൈഡ് ഒക്കെ കണ്ടോ, നമുക്ക് വീട്ടിൽ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന അടിപൊളി കഫ്താൻ നൈറ്റീസ്. അപ്പം നമുക്ക് ഇന്നലത്തെ വീഡിയോയുടെ വിന്നറെ നമുക്ക് അങ്ങ് സെലക്ട് ചെയ്യാം. ആക്ച്വല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വല ഒരാളെ നമ്മൾ വേദനിപ്പിക്കാനായിട്ട് പാടില്ല. നീനു വി ജെ ആണ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കണോടാ. ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത്, ചേച്ചി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് നല്ലതേ വരൂ. ഈ ഒരു പ്രായത്തിൽ ഒറ്റയ്ക്ക് 2 കുട്ടികളെ വളർത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി മൈൻഡ് ചെയ്യേണ്ട. പിന്നെ കളക്ഷൻസ് എല്ലാം സൂപ്പർ, ഒന്നും പറയാനുള്ള അടിപൊളി. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്രാവശ്യം നമ്മുടെ ഒരു കോഡ് സെറ്റ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ. നമ്മുടെ പൊരുളുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് അത് ഞങ്ങൾ ബിസിനസ് രംഗത്ത് ഈ ടി ഡി റോഡിൽ കിടന്ന് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഞാൻ വീഡിയോ വഴി നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഇനിയും എല്ലാ പ്രാവശ്യവും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും, പിന്നെ അത് നിയമത്തിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.